ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം അല്പം വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ബിരിയാണി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കുക. പിന്നീട് അതിലേക്ക് ഓയിൽ ചേർക്കുക. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതുപോലെ ബ്രൗൺ കളർ ആവുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നീട് അതേ എണ്ണയിൽ തന്നെ നമുക്കല്പം ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് മുറിക്കേണ്ടത്. ഇത് ബിരിയാണി ആയാൽ ലാസ്റ്റ് ഡെക്കറേഷൻ വർക്കിനാണ്. നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി ഇതുപോലെ ആവുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം. പിന്നീട് അതേ എണ്ണയിൽ തന്നെ ക്യാരറ്റ് കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട്. ഈ ബിരിയാണി നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നീട് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നീട് അതിലേക്ക് നെയ്യ് ചേർക്കുന്നു. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് നെയ്യാണ് ചേർക്കുന്നത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ചേർക്കുക. പിന്നീട് അല്പം പെരുംജീരകം കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കുക. പിന്നീട് വെള്ളം ചേർക്കലാണ് അടുത്ത സ്റ്റേജ്. 3 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം. നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം. നമ്മൾ 1.5 കപ്പ് അരിക്ക് 3 കപ്പാണ് ചേർക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അതുപോലെ ചേർക്കുക. തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർക്കുക. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. പിന്നീട് മൂടി വെക്കാം. അരി വെന്ത് പാകമാവുമ്പോൾ മാറ്റി വെക്കാം. പിന്നീട് അതിലേക്ക് അല്പം തീക്കനൽ മൂടിയിലേക്ക് തീക്കനൽ ഇടുക. ഇനി നമുക്ക് ആ അടുപ്പത്ത് തന്നെ ചിക്കൻ പൊരിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, അല്പം കോൺഫ്ലവർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. പിന്നീട് 1-2 മണിക്കൂർ കഴിയുമ്പോൾ
ഇതുപോലെ പൊരിച്ചെടുക്കാം. ചിക്കൻ നന്നായി പൊരിച്ചെടുക്കുക. ചിക്കൻ പൊരിക്കുമ്പോൾ തന്നെ മറ്റേ അടുപ്പത്ത് അതിനുള്ള മസാല കൂടി ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ വാർന്ന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിളക്കുക. നന്നായി വഴറ്റിയെടുക്കുക. പിന്നീട് ഉള്ളി ചേർക്കുക. നന്നായി വഴറ്റിയെടുക്കുക. പിന്നീട് പച്ചമുളക് ചേർക്കുക. കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഇളക്കുക. അല്പം ഉപ്പ് കൂടി ചേർക്കുക. പിന്നീട് അതിലേക്ക് തക്കാളി ചേർത്ത് ഇളക്കാം. നന്നായി വഴറ്റുക. ഇനി നമുക്ക് ബിരിയാണി എന്തായി നോക്കാം. മൂടി മാറ്റി. അരി നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ചേർത്തു. നന്നായി ഇളക്കുക. പിന്നീട് ഉള്ളി ചേർക്കുക. അല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് മല്ലിയില ചേർക്കുക. പിന്നീട് മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഉള്ളി ചേർത്ത് നന്നായി ഇളക്കുക. റൈസ് റെഡി ആയിട്ടുണ്ട്. അതിനി നമുക്ക് അവിടെ വെക്കാം. ചിക്കൻ ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളി വഴറ്റുന്നുമുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കുക. പിന്നീട് മുളക് പൊടി ചേർത്തു. പിന്നീട് അല്പം മല്ലിപ്പൊടി ചേർക്കുക. പിന്നീട് കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇളക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. നന്നായി വഴറ്റിയെടുക്കുക. അല്പം ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് പൊരിച്ചു വെച്ച ചിക്കൻ എടുത്ത് ചേർത്ത് നന്നായി ഇളക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ബിരിയാണി കഴിച്ചാലോ? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ. താങ്ക് യു.